ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മെയ് 18 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഭരണത്തിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട രാജ്യത്തെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ? ഉത്തരം ആദ്യത്തെ. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ അനധികൃത ഭൂമി ഇടപാടു കേസിൽ ED അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും രാജിവെച്ചതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. ശ്വാസകോശ അർബുദത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ആദ്യ വാക്സിൻ വികസിപ്പിക്കാൻ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ ഒരുങ്ങുന്നു. വാക്സിന് നൽകിയിരിക്കുന്ന പേര്? ഉത്തരം ലങ് വാക്സ്. ഓക്സ്ഫോർഡ് സർവകലാശാല, ഫ്രാൻസിസ് ക്രിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞരാണ് വാക്സിൻ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അടുത്തിടെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹത്തിന് നൽകിയത്? ഉത്തരം പ്രൊഫസർ ജയന്ത് മൂർത്തി. 2005 EX-296 എന്ന ചിഹ്നഗ്രഹമാണ് ആസ്ട്രോഫിസിസ്റ്റായ ജയന്ത് മൂർത്തിയുടെ പേരിൽ ഇനി അറിയപ്പെടുന്നത്. നാസ ന്യൂ ഹൊറൈസൺ സയൻസ് ടീമിന്റെ ഭാഗമായി സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളെക്കുറിച്ചുള്ള മൂർത്തിയുടെ പഠനങ്ങൾ പരിഗണിച്ചാണ് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഈ ബഹുമതി. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ഈ ചിഹ്നഗ്രഹം 3.3 വർഷം കൊണ്ടാണ് സൂര്യനെ ഒരു വട്ടം വലം വയ്ക്കുന്നത്. ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിൽ നിന്ന് വിരമിച്ച മൂർത്തി ഇപ്പോൾ അവിടെ ഓണററി പ്രൊഫസറായി തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് ഭൂട്ടാൻ നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതിയുടെ പേര്? ഉത്തരം ഓർഡർ ഓഫ് ദ ഡ്രുക് ഗ്യാൽപോ. ഭൂട്ടാൻ രാജാവ് ജിഗ്മെ കേസർ നംഗേൽ വാങ്ചുക്കാണ് ബഹുമതി സമ്മാനിച്ചത്. ഒരു വിദേശ നേതാവിന് ഇതാദ്യമായാണ് ഈ ബഹുമതി നൽകിയത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3ന്റെ ഭാഗമായ വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേര് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ചു. ആ പേര്? ഉത്തരം ശിവശക്തി പോയിന്റ്. ഗ്രഹങ്ങളുടെ ഉപരിതലങ്ങൾക്ക് പേരു നൽകാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള അതോറിറ്റിയാണ് IAU. IAUവിന്റെ 9ാം നമ്പർ ചട്ടപ്രകാരം ഗ്രഹോപരിതലങ്ങൾക്ക് രാഷ്ട്രീയം, സൈനികം, മതം എന്നിവയുമായി ബന്ധപ്പെട്ട പേരുകൾ ഉപയോഗിക്കാനാവില്ല. എന്നാൽ 19ാം നൂറ്റാണ്ടിനു മുൻപുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉപയോഗിക്കാം. പുരുഷന്റെയും സ്ത്രീയുടെയും ദ്വന്ദ്വ സ്വഭാവം സൂചിപ്പിക്കുന്ന ഭാരതീയ പുരാണങ്ങളിൽ നിന്നുള്ള പദമാണ് ശിവശക്തിയെന്ന് IAU അഭിപ്രായപ്പെട്ടു. രാമകൃഷ്ണ മിഷന്റെ എത്രാമത്തെ അധ്യക്ഷനാണ് അടുത്തിടെ അന്തരിച്ച സ്വാമി സ്മരണാനന്ദ? ഉത്തരം 16ാമത്തെ. 2017 തമിഴ്നാട്ടിലെ തഞ്ചാവൂർ സ്വദേശിയായ സ്മരണാനന്ദ രാമകൃഷ്ണ മിഷന്റെയും മഠത്തിന്റെയും അധ്യക്ഷനായത്. ലോക നാടക ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 27. ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ 1962 മുതൽ നാടക ദിനാചരണം നടന്നുവരുന്നു. മാർച്ച് 27 മുതൽ 29 വരെ ചൈനയിലെ ലാങ്ഫാങ്ങിലാണ് 2024 ലോക നാടക ദിനാഘോഷം നടന്നത്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച രക്ഷാദൗത്യത്തിന്റെ പേര്? ഉത്തരം ഓപ്പറേഷൻ ഇന്ദ്രാവതി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന ബഹിരാകാശ പേടകം? ഉത്തരം യൂറോപ്പ ക്ലിപ്പർ മിഷൻ. 2024 ഒക്ടോബറിലാണ് വിക്ഷേപണം. $500 കോടി പ്രതീക്ഷിക്കുന്ന ചെലവ്. 2031 വ്യാഴത്തെയും യൂറോപ്പയെയും ചുറ്റുന്ന ഭ്രമണപഥത്തിൽ
പേടകം എത്തിച്ചേരും. ഓക്സിജൻ കൂടുതലായുള്ള യൂറോപ്പയുടെ പ്രതലം മഞ്ഞു മൂടിയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനിടയിൽ സമുദ്രമുണ്ടാകാനിടയുണ്ടെന്നാണ് അനുമാനം. അതിനാൽ ഭൂമിക്ക് പുറമെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഇടമായാണ് യൂറോപ്പയെ പരിഗണിക്കുന്നത്. ലോഹത്തകിടിൽ ത്രികോണാകൃതിയിൽ തീർത്ത ഒരു പ്രതീകാത്മക സന്ദേശ ഫലകവും പേടകത്തിലുണ്ടാവും. അമേരിക്കൻ കവയിത്രി അഡാലി മോൺ രചിച്ച ഇൻ പ്രൈസ് ഓഫ് മിസ്റ്ററി എ പോയം ഓഫ് യൂറോപ്പ എന്ന കവിതയുടെ കയ്യെഴുത്തു പ്രതിയുടെ കൊത്തുപണി ഫലകത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ചാറ്റ് GPT, ഗൂഗിൾ ബാർട്ട് എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച ചാറ്റ് ബോട്ട്. ഉത്തരം ഗ്രോക്ക്. മസ്കിന്റെ XAI എന്ന കമ്പനിയാണ് നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള സംവിധാനം അവതരിപ്പിച്ചത്. ചാറ്റ് GPT പോലെ ചാറ്റ് ബോട്ട് രൂപത്തിൽ തന്നെയാണ് ഗ്രോക്ക് പ്രവർത്തിക്കുന്നത്. റഷ്യയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനാപതി. ഉത്തരം വിനയ് കുമാർ. മ്യാൻമാറിലെ സ്ഥാനാപതിയായിരുന്നു. 2022 ആഗോളതലത്തിൽ എത്ര ടൺ ഭക്ഷണം പാഴാക്കി കളഞ്ഞതായാണ് റിപ്പോർട്ട്? ഉത്തരം 105 കോടി ടൺ. 2022 ലോകത്താകെ ഉൽപ്പാദിപ്പിച്ച ഭക്ഷണത്തിന്റെ 19% പാഴാക്കി കളഞ്ഞത്. ലോക ജനസംഖ്യയിൽ 783 കോടി പേർ നിരന്തരം പട്ടിണി അനുഭവിക്കവെയാണ് ഇത്. UN പരിസ്ഥിതി പദ്ധതി പുറത്തിറക്കിയ 2024 ആഹാരം പാഴാക്കൽ സൂചിക റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. ഭക്ഷണം പാഴാക്കൽ 2030 പകുതിയാക്കുകയാണ് UNന്റെ ലക്ഷ്യം. കൊടും പട്ടിണി നിലനിൽക്കുന്ന ലോകത്ത് ഇത്രയധികം ഭക്ഷണം പാഴാക്കിയതിനെ ആഗോള ദുരന്തം എന്നാണ് UNEP വിശേഷിപ്പിച്ചിട്ടുള്ളത്. 2024 മാർച്ച് 26 ന്യൂയോർക്കിൽ അന്തരിച്ച റിച്ചാർഡ് സെറ ഏത് നിലകളിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം കലാകാരനും ശില്പിയും. ഉരുക്കും അതുപോലെയുള്ള പദാർത്ഥങ്ങളും കൊണ്ട് നിർമ്മിക്കുന്ന വലിയ കലാനിർമ്മിതികളാണ് സെറയെ പ്രശസ്തനാക്കിയത്. ഇരുമ്പിന്റെ കവി എന്ന് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കേരളത്തിൽ എത്രയായാണ് വർദ്ധിപ്പിച്ചത്? ഉത്തരം 346. നിലവിൽ 333 രൂപയായിരുന്നു. ഏപ്രിൽ 1 മുതൽ വർധന പ്രാബല്യത്തിൽ വന്നു. പ്രതിദിന വേതനത്തിൽ ഏറ്റവും കൂടുതൽ വർധനയുണ്ടായത് ഗോവയിലാണ്, 356 രൂപ. ഏറ്റവും കൂടുതൽ വേതന ലഭിക്കുന്നത് നിലവിൽ ഹരിയാനയിലാണ്. വർധന പ്രാബല്യത്തിലായതോടെ വേതനം 374 രൂപയായി. 2024 ശതാബ്ദി ആഘോഷിക്കുന്ന വൈക്കം സത്യാഗ്രഹം എന്നാണ് ആരംഭിച്ചത്? ഉത്തരം 1924 മാർച്ച് 30. 1923 കാക്കിനാഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുത്തുകൊണ്ട് TK മാധവൻ അയിത്തം എന്ന ദുരാചാരത്തെപ്പറ്റി പ്രമേയം അവതരിപ്പിക്കുകയും സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണ നേടുകയും ചെയ്തു. KP കേശവമേനോൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവരായിരുന്നു സത്യാഗ്രഹത്തിന്റെ മറ്റ് നേതാക്കൾ. ആദ്യ ദിവസം സമരരംഗത്ത് വന്ന കുഞ്ഞാപ്പി ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും 6 മാസത്തേക്ക് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. 1924 സെപ്റ്റംബർ 27 ശ്രീനാരായണ ഗുരു സത്യാഗ്രഹാശ്രമം സന്ദർശിച്ചു. 1924 നവംബർ 1 മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവിതാംകൂറിലേക്ക് സവർണജാഥ പുറപ്പെട്ടു. 1925 മാർച്ച് 9 ഗാന്ധിജി വൈക്കത്തെത്തി. 1925 നവംബർ 23 വരെ 603 ദിവസം സത്യാഗ്രഹം നീണ്ടുനിന്നു.
വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്ക് നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മത ഭേദമന്യേ ഏവർക്കും തുറന്നു കൊടുക്കാൻ തിരുവിതാംകൂർ സർക്കാർ തീരുമാനിച്ചു. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.